So welcome back to the channel. So module 3 DBMS le module 3 le next നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്നിട്ട് ഇൻഡെക്സസ് ആണ്. സോ ഇൻഡെക്സിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഡെക്സ് അത് നമുക്ക് ഇനി പഠിക്കാനുണ്ട്. സോ എന്താണ് ഇൻഡെക്സ് എന്ന് നമുക്ക് നോക്കാം. Assume that a file already exists with some primary organization such as unordered, ordered or hashed organization. അപ്പോൾ ജസ്റ്റ് അസ്യൂം ചെയ്യുക ഒരു ഫയലുണ്ട്, ആ ഫയലിൽ ചില പ്രൈമറി ഓർഗനൈസേഷൻ ആണ് അതിലുള്ള, അതായത് അൺഓർഡേർഡോ അല്ലെങ്കിൽ ഓർഡേർഡോ ഹാഷ്ഡ് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, indexes are the additional access structures used to speed up the retrieval of records in response to certain search conditions. അപ്പോൾ എന്താണ് ഇൻഡെക്സസ്? വാട്ട് ഈസ് ആൻ ഇൻഡെക്സ് എന്ന് ചോദിച്ചാൽ, ഇൻഡെക്സസ് ആർ ദ അഡീഷണൽ ആക്സസ് സ്ട്രക്ചർ ആണ്. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു സ്പീഡ് അപ്പ് ദ റിട്രീവൽ ഓഫ് റെക്കോർഡ്സ് ഇൻ റെസ്പോൺസ് ടു സർട്ടൻ സെർച്ച് കണ്ടീഷൻസ്. സർട്ടൻ ആയിട്ടുള്ള സെർച്ച് കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് റെക്കോർഡ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ചെയ്യുന്നതാണ് എന്ത്? ഇൻഡെക്സ്. സോ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം? റെക്കോർഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ സർട്ടൻ സെർച്ച് കണ്ടീഷൻസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ സ്പീഡ് അപ്പ് ദ റിട്രീവൽ ഓഫ് റെക്കോർഡ്സ്. നമുക്ക് പെട്ടെന്ന് റെക്കോർഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനും ലൊക്കേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. സോ അത് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആക്സസ് സ്ട്രക്ചറാണ്, അഡീഷണൽ ആയിട്ടുള്ള ഒരു ആക്സസ് സ്ട്രക്ചറാണ് എന്ത്? Indexes. The index structure provides the secondary access path. Index structure provide in the secondary access path ആണ്. അതായത് it provides the alternative ways to access the records without affecting the physical placement of records on disk. ഡിസ്കിലെ റെക്കോർഡ്സിന്റെ ഫിസിക്കൽ പ്ലേസ്മെന്റിനെ ഒരു വിധത്തിലും അഫക്റ്റ് ചെയ്യാതെയാണ് ഒരു ഓൾട്ടർനേറ്റ് വേയിലൂടെയാണ് റെക്കോർഡ്സ് ആക്സസ് ചെയ്യുന്നത് ഇൻഡെക്സ് വഴി. Enables the efficient access of records based on the indexing fields that are used to construct index. Any field of file can be used to create an index. ഏത് ഫീൽഡ് ഓഫ് ഫയലിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡെക്സ് യൂസ് ചെയ്യാൻ വേണ്ടി, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡെക്സ് ആണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഇൻഡെക്സ്? ഇൻഡെക്സിംഗ് രണ്ട് വിധത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ സിംഗിൾ ലെവൽ ഇൻഡെക്സിംഗ് ആൻഡ് മൾട്ടി ലെവൽ ഇൻഡെക്സ്. സിംഗിൾ ലെവൽ ഇൻഡെക്സിംഗിൽ ഫസ്റ്റ് വരുന്നതാണ് പ്രൈമറി, സെക്കൻഡറി ലെവൽ ആൻഡ് ക്ലസ്റ്ററിംഗ്. പ്രൈമറി ഇൻഡെക്സിംഗ് ഉണ്ട്, സെക്കൻഡറി ഇൻഡെക്സിംഗ്, ക്ലസ്റ്ററിംഗ് ഇൻഡെക്സിംഗ് ഉണ്ട്. മൾട്ടി ലെവലിൽ വരുന്നതാണ് ബി ട്രീസ് ആൻഡ് ബി പ്ലസ് ട്രീ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മൊഡ്യൂൾ 3 പാർട്ട് ബിയിൽ ചോദിക്കാവുന്ന ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇൻഡെക്സ് ക്ലാസിഫിക്കേഷൻ. മെയിൻലി ഇൻഡെക്സ് ക്ലാസിഫിക്കേഷൻ രണ്ട് വിധത്തിലാണ് ഉള്ളത്, മൾട്ടി ലെവൽ ആൻഡ് സിംഗിൾ ലെവൽ. സിംഗിൾ ലെവൽ വന്നിട്ട് എഗെയിൻ ക്ലാസിഫൈഡ് ഇൻടു 3, ദാറ്റ് ഈസ് പ്രൈമറി ഇൻഡെക്സിംഗ്, സെക്കൻഡറി ഇൻഡെക്സിംഗ് and clustering indexes. Multi level and again classified into 2, B trees and B plus trees. Very important topic. So നമുക്ക് എന്താണ് ഫസ്റ്റ് പ്രൈമറി ഇൻഡെക്സിംഗ് നോക്കാം. സിംഗിൾ ലെവൽ ഇൻഡെക്സിംഗിൽ ഫസ്റ്റ് ടൈപ്പ് ആണ് പ്രൈമറി ഇൻഡെക്സിംഗ്. വാട്ട് ഈസ് പ്രൈമറി ഇൻഡെക്സസ്? It is an ordered indexing file whose records are of fixed length with 2 fields. സോ ഇതൊരു ഓർഡേർഡ് ഇൻഡെക്സിംഗ് ഫയലാണ്. പ്രൈമറി ഇൻഡെക്സസ് ആണ് ഓർഡർ ഉള്ള ഒരു ഇൻഡെക്സിംഗ് ഫയലാണ്. ഹൂസ് റെക്കോർഡ്സ് ആർ ഓഫ് ഫിക്സഡ് ലെന്ത് വിത്ത് 2 ഫീൽഡ്. ആ റെക്കോർഡ്സ് ഒക്കെ ഒരു ഫിക്സഡ് ലെന്ത് ഉണ്ടാവും വിത്ത് 2 ഫീൽഡ് കാണും. ദ ഫസ്റ്റ് ഫീൽഡ് ഇസ് ദ പ്രൈമറി കീ ഓഫ് ദ ഡേറ്റാ ഫയൽ. അതിൽ ആദ്യത്തെ ഫീൽഡ് പ്രൈമറി കീ, ആ ഡേറ്റാ ഫയലിന്റെ പ്രൈമറി കീ ആയിരിക്കും. ആൻഡ് ദ സെക്കൻഡ് ഈസ് ദ പോയിന്റർ ടു ദ ഡിസ്ക് ബ്ലോക്ക്. സെക്കൻഡ് ഫീൽഡ് എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ പോയിന്റർ ടു ദ ഡിസ്ക് ബ്ലോക്ക്. ഡിസ്ക് ബ്ലോക്കിൽ പോയിന്റർ ആയിരിക്കും. ഡിസ്ക് ബ്ലോക്ക് അഡ്രസ് ആണ് മെയിൻലി അത് ഉദ്ദേശിക്കുന്നത്. There is one index entry in the index file for each block in the data file. ഒരു ഇൻഡെക്സ് എൻട്രി ഉണ്ടാവും ആ ഇൻഡെക്സ് ഫയൽ. ഓരോ ബ്ലോക്കിലെ ഡേറ്റാ ഫയലിൽ ഓരോ ബ്ലോക്കിലെ ഇൻഡെക്സ് ഫയലിനും ഒരു ഇൻഡെക്സ് എൻട്രി ഉണ്ടാവും. The primary key field of each index entry has the value of first record in a block. പ്രൈമറി കീ ഫീൽഡ് ഓരോ ഇൻഡെക്സ് എൻട്രിയിലും ഉള്ള പ്രൈമറി കീ ഫീൽഡിന് ഒരു ഫസ്റ്റ് വാല്യൂ ഓഫ് ദ ഫസ്റ്റ് റെക്കോർഡിൻ്റെ ബ്ലോക്കിലെ ഫസ്റ്റ് റെക്കോർഡിൻ്റെ വാല്യൂ ഉണ്ടാവും. ആൻഡ് എ പോയിന്റർ ടു ദാറ്റ് ബ്ലോക്ക് ഈസ് റിട്ടേൺ ഇൻ ദ സെക്കൻഡ് ഫീൽഡ് ഓഫ് ദ ഇൻഡെക്സ്. സെക്കൻഡ് ഫീൽഡ് ഓഫ് ഇൻഡെക്സിലായിരിക്കും എന്ത്? ആ പോയിന്റർ ഓഫ് ദ ബ്ലോക്ക് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, സോ എന്തൊക്കെയാണ് പറഞ്ഞത്? എന്താണ് ഫസ്റ്റ് പഠിച്ചത്? എന്താണ് പ്രൈമറി ഇൻഡെക്സ് എന്നാണ് ആദ്യം പഠിച്ചത്. അപ്പോൾ എന്താണ് പ്രൈമറി ഇൻഡെക്സ്? ഇറ്റ് ഈസ് ദ ഓർഡേർഡ് ഇൻഡെക്സിംഗ് ഫയൽ. ഓർഡേർഡ് ആയിട്ടുള്ള ഇൻഡെക്സിംഗ് ഫയലാണ് പ്രൈമറി ഇൻഡെക്സസ് വിച്ച് റെക്കോർഡ്സ് ആർ എ ഫിക്സഡ് ലെന്ത് ആയിരിക്കും വിത്ത് 2 ഫീൽഡ്. മൊത്തത്തിൽ 2 ഫീൽഡാണ് പ്രൈമറി ഇൻഡെക്സിനുള്ളത്. ഫസ്റ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ പ്രൈമറി കീ ഓഫ് ദ ഡേറ്റ ഫയൽ ആയിരിക്കും. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ പോയിന്റർ ടു ദ ഡിസ്ക് ബ്ലോക്ക് ആയിരിക്കും.
ഈ പ്രൈമറി കീ ഫീൽഡ് ഓഫ് ഈച്ച് ഇൻഡെക്സ് എൻട്രി ഹാസ് ദ വാല്യൂ ഓഫ് ഫസ്റ്റ് റെക്കോർഡിൻ്റെ ബ്ലോക്കിലെ ഫസ്റ്റ് റെക്കോർഡിൻ്റെ വാല്യൂ ആയിരിക്കും ആർക്കുള്ള പ്രൈമറി കീ ഫീൽഡ്. ഓരോ ഇൻഡെക്സ് എൻട്രിയുടെ പ്രൈമറി കീ ഫീൽഡിന് ബ്ലോക്കിലെ ഫസ്റ്റ് റെക്കോർഡിൻ്റെ വാല്യൂ കാണും. അതേപോലെ സെക്കൻഡ് ഫീൽഡ് ഓഫ് ഇൻഡെക്സിലായിരിക്കും എന്ത്, പോയിന്റ് ടു ദാറ്റ് ബ്ലോക്ക്. പോയിന്റ് ആ ബ്ലോക്കിൻ്റെ പോയിന്റർ എഴുതിയിരിക്കുന്നത് എവിടെയായിരിക്കും, സെക്കൻഡ് ഫീൽഡ് ഓഫ് ഇൻഡെക്സിലായിരിക്കും. ഇത് ഇത്രയാണ് പ്രൈമറി ഇൻഡെക്സിംഗിൽ പഠിച്ചത്. ഇനി അതിൻ്റെ ഒരു ഡയഗ്രാം നോക്കി, ഒരു പ്രൈമറി ഇൻഡെക്സിൻ്റെ ഒരു എക്സാമ്പിൾ ഡയഗ്രാമാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ഇൻഡെക്സ് ഫയൽ എന്താ പ്രൈമറി കീ വാല്യൂ ഇതാ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബ്ലോക്ക് പോയിന്റർ കൊടുത്തിട്ട് പ്രൈമറി കീ വാല്യൂ ഇവിടെ കൊടുത്തിട്ട് ബ്ലോക്ക് പോയിന്റർ എന്താ ചെയ്യുന്നത്, പ്രൈമറി കീ ഫീൽഡുമായിട്ട് ജോയിൻ ചെയ്യിക്കുന്നുണ്ടോ, കണ്ടോ? അതായത് പ്രൈമറി കീ വാല്യൂവിനെ പോയിന്റ് ഔട്ട് ചെയ്യും ആര്, ബ്ലോക്ക് പോയിന്റർ. ഉണ്ട് ഇവിടെ ഉള്ള ഓരോ അലക്സാണ്ടർ ED അതെങ്ങോട്ട് ബ്ലോക്ക് ചെയ്യുന്നു, അലക്സാണ്ടർ ED. അതേപോലെ ആൻഡർസൺ സാക്ക് ആ പറയുന്ന പ്രൈമറി കീ വാല്യൂയെ ഈ ബ്ലോക്ക് പോയിന്റർ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡേറ്റ ഫയലിൽ നിന്ന് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇത് കണ്ടാൽ ഇതൊരു ഫിക്സഡ് ലെന്ത് ഇല്ലേ, SS-നായാലും ബർത്ത് ഡേറ്റിനായാലും ജോബിന് എല്ലാത്തിനും ഫിക്സഡ് ലെന്ത് ഉണ്ട്. സോ ഇത് എന്ത് ഇൻഡെക്സ് ആണ്, ദിസ് ഇസ് പ്രൈമറി ഇൻഡെക്സ്. പ്രൈമറി ഇൻഡെക്സിനെ ഞാൻ PI എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. PI ആണ് പ്രൈമറി ഇൻഡെക്സിൻ്റെ ഡയഗ്രാമാണ് ഈ കൊടുത്തിരിക്കുന്നത്. സോ പ്രൈമറി ഇൻഡെക്സ് മനസ്സിലായല്ലോ. അതായത് പ്രൈമറി കീ വാല്യൂവിനെ ബ്ലോക്ക് പോയിന്റർ ഇട്ട് കണക്ട് ചെയ്യണ്ട. ബ്ലോക്ക് പോയിന്റർ എന്ത് ചെയ്യും, പ്രൈമറി കീ വാല്യൂവിനെ കണക്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ. ഓക്കെ, ഇതാണ് പ്രൈമറി ഇൻഡെക്സിങ്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് 2-3 പോയിന്റ്സും കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് എൻറ്റിറ്റീസ് ഇൻ ദ ഇൻഡെക്സ് ഈസ് ദ സെയിം നമ്പർ ഓഫ് ഡിസ്ക് ബ്ലോക്സ് ഇൻ ദ ഓർഡർ ഡേറ്റ ഫയൽ. The first record in each block of data file is called the anchor record or block anchor. അപ്പോൾ ഈ ഒരു ഡേറ്റ ഫയലിലെ ഓരോ ബ്ലോക്കിൽ ഉള്ള ആദ്യത്തെ റെക്കോർഡിന് എന്ത് പറയും, ആങ്കർ റെക്കോർഡ് അല്ലെങ്കിൽ ബ്ലോക്ക് ആങ്കർ എന്ന് പറയും. ആ ഒരു ഇതാണ് ടേമാണ് പഠിച്ചത്, ബ്ലോക്ക് ആങ്കർ അല്ലെങ്കിൽ ആങ്കർ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ഫസ്റ്റ് റെക്കോർഡ് ഇൻ ഈച്ച് ബ്ലോക്ക് ഓഫ് ദ ഡേറ്റ ഫയൽ. ഡേറ്റ ഫയലിലെ ആദ്യത്തെ ബ്ലോക്കിലുള്ള ഫസ്റ്റ് റെക്കോർഡാണ് എന്ത്, ആങ്കർ ബ്ലോക്ക് അല്ലെങ്കിൽ ആങ്കർ റെക്കോർഡ്. ഓക്കെ, ഇനി പഠിക്കാനുള്ള ഡെൻസ് വേഴ്സസ് സ്പാഴ്സ് ഇൻഡെക്സ്. എന്താണ് ഡെൻസ് വേഴ്സസ് സ്പാഴ്സ് ഇൻഡെക്സ് നോക്കാം. വാട്ട് ഈസ് ഡെൻസ് ഇൻഡെക്സ്? Dense index has an index entry for every search key value in the data file. ഡേറ്റാ ഫയലിലെ എല്ലാ സെർച്ച് കീ വാല്യൂക്കും എന്തുണ്ടാവും, ഒരു ഇൻഡെക്സ് എൻട്രി ഉണ്ടാവും. ഡെൻസ് ഇൻഡെക്സിൽ എന്താവും, ഇൻഡെക്സ് എൻട്രി ഉണ്ടാവും. എല്ലാ സെർച്ച് കീ വാല്യൂ, ഡേറ്റാ ഫയലിലെ എല്ലാ സെർച്ച് കീ വാല്യൂക്കും ഡെൻസ് ഇൻഡെക്സിൽ എന്താവും, ഇൻഡെക്സ് എൻട്രി ഉണ്ടാവും. നോക്കിയേ, ഡെൻസ് ഇൻഡെക്സിൻ്റെ ഒരു ഫിഗർ നോക്കിയേ, പോയിന്റർ നോക്കിയേ, പോയിന്റർ എല്ലാത്തിലും പോയിന്റ് ഔട്ടിക്കുന്നുണ്ടോ, കണ്ടോ? ഇൻഡെക്സ് എൻട്രി ഫോർ എല്ലാ ഇൻഡെക്സ് ബ്ലോക്കിൽ നിന്ന് എല്ലാ സെർച്ച് കീയും ഡേറ്റ ഫയലിലോട്ട് കണക്റ്റഡ് ആണ്. ഏതെങ്കിലും ഒന്നുപോലും കണക്റ്റഡ് ആയിട്ടില്ലല്ലോ, നോക്ക്, എല്ലാം കണക്റ്റഡ് ആണ്. ഇതാണ് എന്ത്, ഡെൻസ് ഇൻഡെക്സ്, DI എന്ന് പറയാം. എന്താണ് ഡെൻസ് ഇൻഡെക്സ്? സോ ഡെൻസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് എൻട്രി ഫോർ എവറി സെർച്ച് കീ വാല്യൂ, എല്ലാ സെർച്ച് കീ വാല്യൂക്കും ഡേറ്റ ഫയലിലെ എല്ലാ സെർച്ച് കീ വാല്യൂക്കും എന്തുണ്ടാവും, ഇൻഡെക്സ് എൻട്രി ഉണ്ടാവും. ഇനി നമുക്ക് എന്താണ് സ്പാഴ്സ് ഇൻഡെക്സ് എന്ന് നോക്കാം. ഓക്കെ, സ്പാഴ്സ് ഇൻഡെക്സ് നോക്കിയേ, ഹാസ് ദ ഇൻഡെക്സ് എൻട്രീസ് ഫോർ ഓൺലി വൺ ഓഫ് ദ സെർച്ച് വാല്യൂസ്. സെർച്ച് വാല്യൂസിനും ഓൺലി സം ഓഫ് ദ സെർച്ച് കുറച്ച് സെർച്ച് വാല്യൂസിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഇൻഡെക്സ് എൻട്രീസ് ഉണ്ടാവുള്ളൂ. അതാണ് സ്പാഴ്സ് ഇൻഡെക്സ്. അത് നോക്കിയേ, ഫിഗർ നോക്കണ്ട, എല്ലാത്തിനും ഉണ്ട്. 70 കൊടുത്തിട്ടുണ്ട്. ഈ ചിലതിനൊന്നും കൊടുത്തിട്ടില്ല. നോക്കി, ഈ ബ്ലോക്ക് നോക്കി, ഈ ഇൻഡെക്സ് ബ്ലോക്ക് നോക്കി, ഈ 110-നൊന്നും കണക്റ്റഡ് അല്ല, ഇതിനൊന്നും കണക്റ്റഡ് അല്ല, കണ്ടോ? സോ ഇതിനെന്ത് പറയും, സ്പാഴ്സ് ഇൻഡെക്സ് എന്ന് പറയും. അതായത് എല്ലാ സെർച്ച് കീക്കും ഉണ്ടാവത്തില്ല ഇൻഡെക്സ് എൻട്രീസ് ആർക്കേ കാണത്തുള്ളൂ, ചില സെർച്ച് വാല്യൂസിന് മാത്രമേ കാണുള്ളൂ. അതാണ് സ്പാഴ്സ് ഇൻഡെക്സ്. ഓക്കെ, അതിൻ്റെ 2-3 ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. എ പ്രൈമറി ഇൻഡെക്സ് ഈസ് എ സ്പാഴ്സ് ഇൻഡെക്സ്. പ്രൈമറി ആയിട്ടുള്ള ഇൻഡെക്സിനെ നമുക്ക് എന്തെന്ന് പറയാം, സ്പാഴ്സ് ഇൻഡെക്സ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ച പ്രൈമറി ഇൻഡെക്സ് ഇല്ലേ, അതെന്താണ്, ഒരു സ്പാഴ്സ് ഇൻഡെക്സ് ആണ്. ദ ഇൻഡെക്സ് ഫയൽ ഫോർ പ്രൈമറി ഇൻഡെക്സ് needs fewer blocks than the data file. The binary search for an ordered data file requires log2b block access. അതൊരു ഫോർമുലയാണ്. അതായത് ഒരു ഓർഡർ ഡേറ്റ ഫയലിൻ്റെ ബൈനറി സെർച്ച് എന്ന് പറയുന്നത് എത്ര ബ്ലോക്ക് ആക്സസ് എന്ന് പറയുന്ന
ലോഗ് 2b ബ്ലോക്ക് xx ആയിരിക്കും. ബ്ലോക്ക് x വേണം, മനസ്സിലായി? അതായത് ദ ബൈനറി സെർച്ച് ഫോർ എ ഓർഡർ ഡേറ്റ ഫയൽ. ഓർഡർ ഡേറ്റ ഫയലിൻ്റെ ബൈനറി സെർച്ചിന് എത്ര ബ്ലോക്ക് എക്സസ് വേണ്ടി വരും? ലോഗ് 2b ബ്ലോക്ക് എക്സസ് വേണ്ടി വരും എന്നാണ് പറയുന്നത്. അതേപോലെ ഇഫ് ദ പ്രൈമറി ഇൻഡെക്സ് ഫയൽ കണ്ടെയ്ൻസ് bi blocks, then to locate a record with a search key value requires a total of log 2bi plus 1 access. ഇപ്പോൾ ഒരു പ്രൈമറി ഇൻഡെക്സ് ഫയലിന് bi ബ്ലോക്സ് ആണ് വിചാരിക്കുക. പ്രൈമറി ഇൻഡെക്സ് ഫയലിന് എത്രയാണ്? bi ബ്ലോക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ദെൻ ടു ലൊക്കേറ്റ് എ റെക്കോർഡ് വിത്ത് എ സെർച്ച് കീ വാല്യൂ, ഒരു സെർച്ച് കീ വാല്യൂ വെച്ച് ഒരു റെക്കോർഡിനെ ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ എത്ര ആക്സസ് വേണ്ടി? ഒരു ടോട്ടൽ ഓഫ് ലോഗ് 2bi plus 1 ആക്സസ് വേണം. എന്ത് വേണം? ലോഗ് 2ib plus 1 ആക്സസ് വേണം. നമുക്കിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ പ്രൈമറി ഇൻഡെക്സ് കീ, ഇപ്പോൾ ബൈനറി സെർച്ച്, ഒരു ഓർഡേഡ് ഫയലിൻ്റെ ബൈനറി സെർച്ചിനാണെങ്കിൽ എത്ര മതി? ലോഗ് 2b മതി അല്ലേ? പക്ഷേ ഒരു പ്രൈമറി ഇൻഡെക്സ് ഫയലിന് bi ബ്ലോക്സ് ഉണ്ട്. അതിന് ഓരോ സെർച്ച് കീ വെച്ച് ആ റെക്കോർഡിനെ ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ ലോഗ് 2bi plus 1 ആക്സസ് വേണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് പഠിച്ചു വച്ചേക്കാം. നെക്സ്റ്റ് നോക്കിക്കേ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ടെത്തേണ്ടത് ബ്ലോക്കിംഗ് ഫാക്ടർ BFR. കൺസിഡർ എ ഓർഡർ ഫയൽ വിത്ത് ദീസ് പാരാമീറ്റേഴ്സ്. കുറച്ച് പാരാമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. അത് ബ്ലോക്ക് സൈസ് B തന്നിട്ടുണ്ട്. എത്രയാണ്? 1024B. റെക്കോർഡ് കൗണ്ട്, അതായത് R എത്ര? 30,000. റെക്കോർഡ് ലെന്ത് എത്രയാണ്? 100B. ഫിക്സഡ് സൈസാണ്, അൺസ്പാൻഡ് ആണ്. സോ ഇതിൻ്റെ ബ്ലോക്കിംഗ് ഫാക്ടർ കണ്ടെത്തണം, അതായത് BFR. ഓക്കെ, BFR എന്ന് പറഞ്ഞാൽ എന്താണ്? BFRൻ്റെ ഫോർമുല എന്തായിരുന്നു? BFR is equal to B/R അല്ലേ? B/R വിത്ത് എന്തുവാണ്? സീലിംഗ് ഫംഗ്ഷൻ ആണ് എന്ത്? BFRൻ്റെ ഫോർമുല. അപ്പോൾ ഈ ഫോർമുല വെച്ചൊന്ന് ചെയ്ത് നോക്കിയേ. B എത്രയാണ്? 1024. അപ്പോൾ എത്ര വെച്ച് ചെയ്യേണ്ടി വരും? എങ്ങനെ ചെയ്യണം? ഓക്കെ, 1024 by record length എത്രയാണ്? 100. The number of blocks needed by the file B is എത്രയായിരിക്കും? നമ്പർ ഓഫ് ബ്ലോക്സ് കണ്ടെത്തേണ്ട ഫോർമുല എന്താണ്? ഇതിനെ തിരിച്ചിട്ടാൽ മതി. B is equal to R by BFR. അതാണ് എന്ത്? നമ്പർ ഓഫ് ബ്ലോക്സ് കണ്ടെത്താനുള്ള ഫോർമുല. ഫോർമുലയൊക്കെ പഠിച്ചു വയ്ക്കുക, ക്വസ്റ്റ്യൻ ചോദിക്കും ചിലപ്പം. നമ്പർ ഓഫ് ബ്ലോക്സ് കണ്ടെത്താണെങ്കിൽ B is equal to R by BFR ആയിരിക്കും. അതാകുമ്പോൾ എത്ര കണ്ടെത്തും? 3000 ബ്ലോക്സ് എന്ന് കിട്ടും. അതെങ്ങനെ കിട്ടി? BFR ഇപ്പോൾ ഒരു വാല്യൂ കിട്ടിയില്ലേ? ആ വാല്യൂയിൽ നിന്ന് വേണം കണ്ടെത്താൻ. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ മനസ്സിലായാലും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, സോ ബ്ലോക്കിംഗ് ഫാക്ടർ കണ്ടെത്താനുള്ള ഫോർമുല വരും, പാരാമീറ്റേഴ്സ് തന്നു വയ്ക്കും, ജസ്റ്റ് ആ ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ക്ലസ്റ്ററിംഗ് ഇൻഡെക്സ്. The file records are ordered based on a non-key field. ഫയൽ റെക്കോർഡ്സ് ഒക്കെ ഓർഡർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു നോൺ കീ ഫീൽഡ് വെച്ചാണ്. അഡ്വാൻറ്റേജ് വന്നിട്ട് സ്പീഡ് അറ്റ് ദ റിട്രീവൽ ഓഫ് റെക്കോർഡ്സ് ദാറ്റ് ഹാവ് ദ സെയിം വാല്യൂ ഫോർ ദ ക്ലസ്റ്ററിംഗ് ഫീൽഡ്. ക്ലസ്റ്ററിംഗ് ഫീൽഡിന് സെയിം വാല്യൂ ഉള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് റെക്കോർഡ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും ക്ലസ്റ്ററിംഗ് ഇൻഡെക്സസ് വെച്ച്. എ ക്ലസ്റ്ററിംഗ് ഇൻഡെക്സ് ഈസ് എൻ ഓർഡർഡ് ഫയൽ വിത്ത് 2 fields. ഫസ്റ്റ് ഫീൽഡ് കണ്ടെയ്ൻസ് എ നോൺ കീ വാല്യൂ ആൻഡ് ദ സെക്കൻഡ് ഫീൽഡ് കണ്ടെയ്ൻസ് എ ബ്ലോക്ക് പോയിന്റ്. അപ്പോൾ നമ്മൾ പ്രൈമറി ഇൻഡെക്സിലും പഠിച്ചു ഇതേപോലത്തെ ടോപ്പിക് തന്നെയാണ്. അതേപോലെ ക്ലസ്റ്ററിംഗ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഓർഡേർഡ് ഫയലാണ്. ഓക്കെ, പ്രൈമറി ഇൻഡെക്സ് നമ്മൾ എന്താ പറഞ്ഞാൽ ഒരു ഓർഡർ ഇല്ലാത്ത ഫയലായിരുന്നു അല്ലേ? സോ ക്ലസ്റ്ററിംഗ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഓർഡേർഡ് ഫയലാണ് വിത്ത് 2 fields. 2 ഫീൽഡ് ഉണ്ടാകും. ഫസ്റ്റ് ഫീൽഡ് നോൺ കീ വാല്യൂ, സെക്കൻഡ് ഫീൽഡ് ബ്ലോക്ക് പോയിന്ററും ആയിരിക്കും. ഓക്കെ, one entry in the clustering index for each distinct value of the clustering field contains the value and a pointer to the first block in the data file that has a record with that for the clustering field. Clustering field in the clustering index in the figure നോക്കിയേ. ഇൻഡെക്സ് ഫയലും ഉണ്ട്, ഡേറ്റ ഫയലും കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ക്ലസ്റ്ററിംഗ് ഫീൽഡ് കണ്ടോ? ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നോക്കി ബ്ലോക്ക് പോയിന്റർ ഓരോന്നായിട്ട് കൊടുത്തിരുന്നുണ്ടോ? ഒരു ബ്ലോക്ക് പോയിന്റർ തന്നെ സെയിം ഇതിലും കണക്ട് ചെയ്തിട്ടുണ്ട്. സെയിം ഡിഫറെൻ്റ് അല്ല, സെയിം വാല്യൂ ഉണ്ടാ. ഓർഡറിലാണ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ കൊടുത്തിരിക്കുന്നത്. കണ്ടോ? 1 1
1 കഴിഞ്ഞിട്ട് 2 1 എത്ര ഉണ്ട് 1 എത്ര ഫയലുണ്ടോ അത് എത്രയും കൊടുത്തിട്ടുണ്ട് അതേപോലെ 2 3 4 5 ഓർഡറിങ് കണ്ടോ ഇതാണ് ക്ലസ്റ്റേർഡ് ഫീൽഡ് വാല്യൂ കാണും അതിനനുസരിച്ച് എന്ത് കാണും ബ്ലോക്ക് പോയിന്റർ കാണും ഈ രണ്ട് ഫീൽഡായിരിക്കും ക്ലസ്റ്ററിങ് ഇൻഡെക്സിന് ഉണ്ടാവുക ക്ലസ്റ്ററിങ് ഇൻഡെക്സ് അപ്പോൾ മനസ്സിലായല്ലോ അതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും അതാണ് മെയിൻ disadvantage. Okay. Second, to alleviate the problem of insertion, it is common to receive a whole block for each value of the clustering field. A clustering field is a sparse index. Sparse index ആണ് ഒരു clustering field എന്ന് നമുക്ക് പറയാം. Okay. Clustering field is a sparse index. Clustering index is a sparse index. Okay. Next നമുക്ക് പഠിക്കാനുള്ള secondary index. എന്താണ് സെക്കൻഡറി ഇൻഡെക്സ് അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു പ്രൈമറി ഇൻഡെക്സ് പഠിച്ചു ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് പഠിച്ചു ഇനി പഠിക്കുകയാണ് സെക്കൻഡറി ഇൻഡെക്സ് എ സെക്കൻഡറി ഇൻഡെക്സ് പ്രൊവൈഡ്സ് എ സെക്കൻഡറി മീൻസ് ഓഫ് ആക്സസിങ് എ ഫയൽ ഫോർ വിച്ച് സം പ്രൈമറി ആക്സസ് ഓൾറെഡി എക്സിസ്റ്റ് അപ്പോൾ സെക്കൻഡറി ഇൻഡെക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെക്കൻഡറി മീൻസ് ഓഫ് ആക്സസിങ് ഫയൽ ആയിരിക്കും അതായത് സം പ്രൈമറി ആക്സസ് ഓൾറെഡി എക്സിസ്റ്റ് അത് പ്രൈമറി ആയിട്ട് ആദ്യമേ ആക്സസ് ചെയ്ത് കാണും അതൊരു സെക്കൻഡറി ആയിട്ട് ആക്സസ് ചെയ്യാനാണ് സെക്കൻഡറി ഇൻഡെക്സ് യൂസ് ചെയ്യാൻ The secondary index may be on the field which is a candidate key and has a unique value in every record or a non-key with a duplicate value. അപ്പോൾ ഈ സെക്കൻഡറി ഇൻഡെക്സിൽ എന്തൊക്കെ ഉണ്ടാവും മേ ബി ഓൺ ദ ഫീൽഡ് വിത്ത് എന്ത് ഫീൽഡിലായിരിക്കും വിത്ത് കാൻഡിഡേറ്റ് കീ കാണും അതേപോലെ ഒരു യൂണിക് വാല്യൂ ഇൻ എവറി റെക്കോർഡും കാണും അതേപോലെ നോൺ കീ വിത്ത് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസും കാണും The index is an ordered file with two files. അപ്പോൾ ഈ സെക്കൻഡറി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഡർഡ് ഫയലാണ് വിത്ത് 2 ഫീൽഡ്സ് ഉണ്ട് ഏതൊക്കെയാണ് ദ ഫീൽഡ് ഫസ്റ്റ് ഓഫ് ദ സെയിം ഡേറ്റ ടൈപ്പ് ആസ് സം നോൺ ഓർഡറിംഗ് ഫീൽഡ് ഓഫ് ഡേറ്റ ഫയൽ ഫസ്റ്റ് ഫീൽഡിൽ സെയിം ഡേറ്റ ടൈപ്പ് ആണെങ്കിൽ അത് നോൺ ഓർഡറിംഗ് ഫീൽഡ് ഓഫ് ഡേറ്റ ഫയൽ ആയിരിക്കും സെക്കൻഡ് ഫീൽഡ് ഈസ് ഐദർ എ ബ്ലോക്ക് പോയിന്റർ ഓർ എ റെക്കോർഡ് പോയിന്റർ ഒരു റെക്കോർഡ് പോയിന്റർ അല്ലെങ്കിൽ ബ്ലോക്ക് പോയിന്റർ ആയിരിക്കും സെക്കൻഡ് ഫീൽഡ് വന്നിട്ട്